വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിന്ന് ആലപ്പുഴയിലാണ് എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ പാം ഗ്രോവ് റിസോർട്ട്. അപ്പോൾ അവിടുത്തെ ഒരു സ്യൂട്ട് റൂമാണിത്. കാണിച്ചു തരാം. ഇതിൻ്റെ ഔട്ടർ വ്യൂ ഒക്കെ ഞാൻ വേറെ വീഡിയോയിലല്ലേ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. സ്യൂട്ട് റൂം ആയതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിരുന്നു. ആദ്യം ഒരു കുഞ്ഞു ഹാളുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു ബെഡ്റൂമുണ്ട്. എൻ്റെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ നോക്കിയാലും. വീക്കെൻഡാണ് നമ്മൾ പോയത്. അത് കാരണം എല്ലാ റൂംസും ഓക്യുപ്പൈഡ് ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ നമ്മൾ റിസർവ് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നേരത്തെ വീക്കെൻഡ്സ് പോകുന്നവർ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ കിട്ടത്തില്ല. കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നത്. ഒന്ന് റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നേരെ പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആക്ച്വലി 2 പർപ്പസ് ഉണ്ടായിരുന്നു. ഒന്ന് റിസോർട്ട് കാണാനും പിന്നെ എനിക്കൊരു കുഞ്ഞൊരു ഷൂട്ടും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചവിടെ നടത്തി. അപ്പോൾ പ്രോപ്പർട്ടി കണ്ടതിന് ശേഷമാണ് പിന്നെ ഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയത്. ഇവിടെ എന്തോ ഒരു എക്സ്പാൻഷൻ വരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ പ്രോപ്പർട്ടിയിലെ ആൾക്കാർ പറഞ്ഞത് കണ്ടോ. അപ്പോൾ അവർ പറയാം അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊരു ഭംഗിയായിട്ടുള്ള റിസോർട്ട് തന്നെയാണ്, പക്ഷെ എന്തൊക്കെയോ എക്സ്പാൻഷൻ, ഒത്തിരി ഗെയിംസ് ഉണ്ട്. പിന്നെ അവിടെ പ്രോപ്പർട്ടി കാണാനായിട്ട് അവർ സൈക്കിളൊക്കെ തരും, ചുറ്റി കാണാനായിട്ട്, നടന്നൊന്നും ബുദ്ധിമുട്ടണ്ട. പക്ഷെ നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ബോട്ട് 6:30 വരെ ഉള്ളൂ ഈ ബോട്ടിംഗ് സർവീസൊക്കെ. 1000 rupees ബോട്ടിങ്ങിന്. പൂൾ ആക്സസ് ഉണ്ടായിരുന്നു. മോർണിംഗ് 6:30 ടു ഈവനിങ് 6:30 ബോട്ടിങ്ങിൻ്റേത്. സൺറൈസും സൺസെറ്റുമാണ്. ഒത്തിരി ടൂറിസ്റ്റ് ഇങ്ങനെ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഡിന്നർ അവിടെ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പുറത്തു നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സീ ഫുഡ്, കരിമീൻ പൊള്ളിച്ചതും പ്രോൺസൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. രാത്രി അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്ത് വള്ളത്തിലൊക്കെ ഇങ്ങനെ അവർ കൊണ്ടുപോയായിരുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ ബ്ലൂ ലഗൂൺ എന്നൊരു റിസോർട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ചുമ്മാ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനൊക്കെ പോയി തിരിച്ച് റൂമിൽ വന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഇരിക്കാനായിരുന്നു ദ ബെസ്റ്റ്. രാവിലെ ഒരു ചായയും കുടിച്ച് അവിടെ ഇരുന്നു. ഞാനും എൻ്റെ രശ്മിയും കൂടെ 7 മണി തൊട്ട് ഒരു 9 മണി വരെ അവിടെ ഇരുന്നായിരുന്നു. നമ്മളിങ്ങനെ ഒരു റിസോർട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിരുന്നാണ് അടുത്തത് എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. അങ്ങനെ 9 മണിക്ക് ശേഷം പതുക്കെ വീണ്ടും ഉഷാറായിട്ട് വീണ്ടും കുറച്ച് പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. കുറേ ഉണ്ടായിരുന്നു. ഇന്നലെ ഷൂട്ടിൻ്റെ തിരക്കും കൂടെ ആയതുകൊണ്ട് ഫുൾ പ്രോപ്പർട്ടി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. രാവിലെ നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി ടൂറിസ്റ്റ് ഇങ്ങനെ ബോട്ട് പോകുന്നതും വരുന്നതും ഒക്കെ കാണാൻ എല്ലാവരും ഇങ്ങനെ ടാറ്റാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോവായിരുന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല കേട്ടോ. അവിടെ നമ്മൾ കാണാത്ത പലതരം ഞാനിതുവരെ കാണാത്ത, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു തേങ്ങ പോലെ ഇരിക്കും, പക്ഷെ എന്തോ ഒരു ഫ്രൂട്ടാണിത്. ഞാൻ അതൊക്കെ എടുക്കാനുള്ള ഒരു യാത്രയാണ്. പിന്നെ ഒരു നല്ല ഫ്ലവർ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് സൈക്കിളിലൊന്ന് കറങ്ങാമെന്ന് കരുതി സൈക്കിളിലും പോയി. സൈക്കിളിന് ഇച്ചിരി ബ്രേക്കിന് ഉച്ച കൂടുതലാണ്. അങ്ങനെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങി. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എല്ലാവരും പോവുക. പാം ഗ്രോവ് റിസോർട്ട് ആലപ്പിയിലുള്ളതാണ്. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും പുതിയ വീഡിയോയുമായി സന്ധിക്കും വരെ ബൈ, ടേക്ക് കെയർ.